മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ലൈംഗിക പീഡന പരാതിയിൽ ഇപ്പോൾ രാഹുൽ മാങ്കുടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നു എന്നൊരു വാർത്തയാണ് പുറത്തുവരുന്നത്. തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് ഹർജി നൽകിയിരിക്കുന്നത്. രാഹുൽ മാങ്കുടത്തിനായി ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ രാഹുൽ മാങ്കുടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് ഹർജി നൽകിയിരിക്കുന്നത്. യുവതിയുടെ പരാതിയിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കുടത്തിൽ MLA മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് ഹർജി നൽകിയിരിക്കുന്നത്. യുവതിയുടെ പീഡന പരാതിയിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കുടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് ഹർജി നൽകിയിരിക്കുന്നത്. ഹർജി നാളെ പരിഗണിക്കും എന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കുടത്തിൽ MLA മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് അപേക്ഷ നൽകിയിരിക്കുകയാണ് എന്ന വിവരമാണ് ലഭിക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് ഹർജി നൽകിയിരിക്കുന്നത്. ഹർജി നാളെ പരിഗണിക്കും എന്ന വിവരമാണ് ലഭിക്കുന്നത്. രാഹുൽ മാങ്കുടത്തിനായി ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ രാഹുൽ മാങ്കുടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് രാഹുൽ മാങ്കുടത്തിൽ MLA മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. ഹർജി നാളെ പരിഗണിക്കും എന്നാണ് പുറത്തുവരുന്ന വിവരം. രാഹുൽ മാങ്കുടത്തിൽ MLA ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് രാഹുൽ മാങ്കുടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. ബിനോയ് ചേരുന്നു വിവരങ്ങളുമായി. ബിനോയ്, രാഹുലിനായി ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ രാഹുൽ മാങ്കുടത്തിൽ MLA മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അല്പസമയങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിഭാഷകൻ മുഖേന ജാമ്യാപേക്ഷ നൽകി കഴിഞ്ഞിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പെൺകുട്ടി ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളെല്ലാം തന്നെ പാടെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഇത്തരത്തിൽ ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണ്. ഇതിന്റെ പിന്നിൽ ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ പ്രേരിതമായ ചില നീക്കങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെയും തന്റെ പാർട്ടിയും കരിവാരിത്തേക്കുന്ന തരത്തിലൊരു നീക്കത്തിന്റെ ഭാഗമായിട്ട് വേണം ഇതിനെ കാണാൻ എന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിന് സാധ്യത ഉള്ളതുകൊണ്ട് ആ സാഹചര്യത്തിൽ നിജസ്ഥിതികൾ മനസ്സിലാക്കി ഉചിതമായ നടപടി കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകണം എന്നുകൂടി കാണിച്ചുകൊണ്ടുള്ള ഒരു ജാമ്യാപേക്ഷയാണ് നൽകിയിരിക്കുന്നത്. അതേസമയം ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ അനുസരിച്ചാണ് പെൺകുട്ടിയുടെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ബലാത്സംഗം, ഒപ്പം പീഡനമുണ്ട്, നിരന്തരമായി ഉള്ള പീഡനങ്ങൾ, ഒപ്പം ഭ്രൂണഹത്യ, ഇങ്ങനെ തുടങ്ങി വിവിധങ്ങളായ വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മാത്രവുമല്ല, അല്പസമയം മുമ്പ് ആണ് ഈ പെൺകുട്ടിയുടെ രഹസ്യമൊഴി പൂർത്തിയാക്കുന്നത്. അവസാനിച്ചത് നെയ്യാറ്റിൻകര കോടതിയിലാണ് പെൺകുട്ടിയുടെ രഹസ്യമൊഴി എടുത്തത്. അത്തരത്തിൽ പോലീസും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുരുക്കുകൾ മുറുക്കി മുന്നോട്ട് പോവുകയാണ്. കാരണം ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല. മാത്രവുമല്ല, വിവിധ ജില്ലകളിലെ പോലീസ് സ്റ്റേഷനുകളെല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ കണ്ടെത്തുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള അറിയിപ്പുകളും ജില്ലാ പോലീസ് അധികാരികൾക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഉടൻ തന്നെ അറസ്റ്റിലേക്ക് നീങ്ങുക എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന്റെ നീക്കം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് കൂടാതെ അതിർത്തികളിൽ, സംസ്ഥാനത്തിന്റെ തമിഴ്നാട് കർണാടക അതിർത്തികളിലും പോലീസ് കൃത്യമായും വാഹനങ്ങളിൽ എത്തുന്നവരെ നിരീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ സംസ്ഥാനം വിട്ടുപോകാതിരിക്കുന്നതിനും ഒപ്പം ജില്ലയിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം കണ്ടെത്തുന്നതിന് വേണ്ടി പോലീസിന് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞിരിക്കുന്നു. അതിനിടയിലാണ് അല്പസമയം മുമ്പ് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയിരിക്കുന്നത്. താൻ നിരപരാധിയാണ് എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു ജാമ്യാപേക്ഷയാണ്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് FIRൽ ചേർത്തിരിക്കുന്ന ഒരു കാര്യവും യാഥാർത്ഥ്യമുള്ളതല്ല, അത് കെട്ടിച്ചമച്ചതാണ്, രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു ജാമ്യാപേക്ഷയാണ് നൽകിയിരിക്കുന്നത്.
ബിനോയ്, അതുപോലെ തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ യുവതി ആരോപിച്ച എല്ലാം ഈ രാഹുൽ മാങ്കുടത്തിൽ തള്ളുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അതുപോലെ തന്നെ രാഹുലിനായി ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു രാഹുലിനെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ രാഹുലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിരവധി ഇപ്പോൾ നേതാക്കളുടെ അടക്കം ഒരു പ്രതികരണങ്ങളെല്ലാം പുറത്തു വരുന്നുണ്ട്. അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ തരത്തിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചുകൊണ്ടുമുള്ള വാർത്തകളും ഒപ്പം തന്നെ അഭിപ്രായങ്ങളുമാണ് ഈ നിമിഷത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിൽ ചില നേതാക്കൾ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ കൃത്യമായി ഒരു രാഷ്ട്രീയ തന്ത്രമായാണ് ഉപയോഗിച്ചതെന്നും ചില കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നുണ്ടെങ്കിലും രാജ്മോഹൻ ഉണ്ണിത്താൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പാടെ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളി പറഞ്ഞുകൊണ്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, യൂത്ത് കോൺഗ്രസിലെ ചില രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർക്കുന്ന ചില നേതാക്കന്മാർ ഫേസ്ബുക്ക് പോസ്റ്റുകളും ഇടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ വനിതാ നേതാവ് തന്നെ യൂത്ത് കോൺഗ്രസിനുള്ളിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഒരു അന്വേഷണത്തിൽ നടത്തണം, ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരെ ഉണ്ടായിരുന്ന അതിക്രമങ്ങൾക്കെതിരെ പോരാടുന്ന യൂത്ത് കോൺഗ്രസിലെ ഒരു നേതാവ് തന്നെ ഇത്തരം ഒരു പ്രവൃത്തി നടത്തിക്കഴിഞ്ഞാൽ ആ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് സജന എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് തന്നെ കഴിഞ്ഞ ദിവസം ICC ഭാരവാഹികൾക്ക് കത്തയച്ചിരുന്നു. അത്തരത്തിൽ കോൺഗ്രസിനകത്ത് വലിയ തരത്തിലുള്ള ഒരു നീക്കം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ട്. എന്നാൽ ചില മുതിർന്ന നേതാക്കന്മാർ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കവും നടത്തുന്നുണ്ട്. ഇതിൽ കൃത്യമായും ഒരു മുതലെടുപ്പിലേക്ക് നീങ്ങുന്നത് BJP ആണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിനപ്പുറം മറ്റൊരു കാര്യത്തെക്കുറിച്ചും ചിന്തിക്കേണ്ടതില്ല. ക്രൂരമായ പീഡനം പല ദിവസങ്ങളിലായി ഈ യുവതിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഇത്രയും ക്രൂരനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണെന്ന നിലയിലാണ് BJP നേതാക്കന്മാർ പറഞ്ഞു വെച്ചത്. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസങ്ങളിൽ വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ചർച്ചയായി ഈ യുവ നേതാവിന്റെ എതിരെയുള്ള കേസ് മാറിക്കഴിഞ്ഞിരിക്കുന്നതിന് നമുക്ക് പറയാൻ കഴിയും. കാരണം കേരളത്തിൽ വലിയ തരത്തിലുള്ള വിവാദമായി സ്വർണ്ണപ്പാളി കേസ് തെരഞ്ഞെടുപ്പ് രംഗങ്ങളിലൊക്കെ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് തന്നെ ആ പെൺകുട്ടിയുടെ രണ്ടാമത്തെ ശബ്ദ രേഖയും ഒപ്പം വാട്സപ്പ് ചാറ്റുകളും 2 ദിവസം മുമ്പ് പുറത്തു വരുന്നതും അത് പിന്നീട് വലിയ തരത്തിൽ ചർച്ചയായി മാറുകയും ചെയ്തു. ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇന്നലെയോടുകൂടിയാണ് പെൺകുട്ടി നേരിട്ട് രംഗത്തെത്തി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ DGP നൽകിയ നിർദ്ദേശം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ വലിയമല പോലീസാണ് കേസെടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട കേസ് എടുത്തതിന് ശേഷം ഈ ജൂറി സെക്ഷൻ അല്ലെങ്കിൽ ഈ അക്രമങ്ങൾ നടന്നിരിക്കുന്നത് നേമം പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ്. ആ സ്ഥലത്തേക്ക് കേസ് മാറ്റിയിട്ടുണ്ട്. എന്തായാലും പോലീസ് കൃത്യമായ തരത്തിൽ അവരുടെ നീക്കങ്ങളും നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നേരിട്ട് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നേരത്തെ ഹൈക്കോടതി സമീപിക്കാൻ ഒരു നീക്കം നടത്തിയിരുന്നെങ്കിലും പിന്നീട് അത് വിലപ്പോവില്ല എന്ന് മനസ്സിലാകുന്നതുകൊണ്ടാണ് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് ഇപ്പോൾ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. FIRലും ഒപ്പം തന്നെ പെൺകുട്ടി നൽകിയിരിക്കുന്ന മൊഴികൾക്കുമെല്ലാം ഘടകവിരുദ്ധമായിട്ടാണ് ജാമ്യാപേക്ഷയിൽ പറയുന്നത്. പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്നും വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും ബലാത്സംഗം, അതുകൂടാതെ തന്നെ ഭ്രൂണഹത്യ, ഇതിനെല്ലാം ഉപരിയായി ദിനപ്രതി ഉണ്ടായിരുന്ന ശാരീരിക അതിക്രമങ്ങൾ, ഇതെല്ലാം കാണിച്ചുകൊണ്ടുള്ള തരത്തിലുള്ള ഒരു മൊഴിയും ഒപ്പം തന്നെ പരാതിയും പെൺകുട്ടി ഇന്നലെ തന്നെ നൽകി കഴിഞ്ഞിരിക്കുന്നു. പോലീസ് അത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കേസിൽ നിന്നും ഒരു വിധത്തിലും രക്ഷപ്പെടാൻ കഴിയാത്ത ജീവപര്യന്തം വരെ തടവ് ശിക്ഷ കിട്ടുന്നതുമായ വകുപ്പുകൾ ചേർത്താണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് എടുത്തിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും ഒരു വ്യക്തത ലഭ്യമായിട്ടില്ല. അത് ഉടൻ തന്നെ ആ ദിവസവും തീയതി ഉടൻ തന്നെ അറിയാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. ശരി, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതി നൽകിയ പരാതിയിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിലാണ് ഹർജി നൽകിയിരിക്കുന്നത്. യുവതിയുമായി ഉള്ളത് സൗഹൃദം മാത്രമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അറസ്റ്റ് തടയണമെന്നും രാഹുൽ പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയാണ് നൽകിയിരിക്കുന്നത്. നാളെ ഹർജി പരിഗണിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. യുവതിയുടെ മൊഴി അടക്കം തള്ളിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ശബരിമലയുമായി ബന്ധപ്പെട്ട വാർത്തകൾ കാണാം.